അത് 12ന്റെ എ ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്തത്. 12ന്റെ എ ക്വസ്റ്റ്യൻ. A rectangle is made with perimeter 80 meter and area 384 meter square. അതായത് എ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 80 മീറ്ററും പിന്നെ ഏരിയ എന്ന് പറയുന്നത് എത്രയാ? 384 മീറ്റർ സ്ക്വയർ. 384 എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഇങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനാണ് നമ്മുടെ ചോദ്യം. സോ നമുക്കറിയാം പെരിമീറ്ററിന് എന്തുണ്ട്? ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട് അല്ലെ? ആദ്യം റെക്റ്റാങ്കിളിൽ ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ? 2 × L + B. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 80 കിട്ടും. അങ്ങനെയാണെങ്കിൽ പറയാം ആരാണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്? ഈ × 2 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. 80/2 അല്ലേ? × 2 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 80ന്റെ പകുതി. ആരാ 80ന്റെ പകുതി? 80ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 40 അല്ലേ? സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നേരെ പകുതിയാണ്. പെരിമീറ്ററിന്റെ പകുതി 40. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 40 കിട്ടണം. ഇത് സപ്പോസ് നമ്മൾ ലെങ്തിനെ എന്താക്കി വിളിക്കുന്നു? x ആക്കി വിളിക്കുന്നു. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു x. ലെങ്ത് ഈസ് ഈക്വൽ ടു x. ലെങ്തിനെ ഞാൻ എന്ത് വിളിച്ചു? x. സോ x + b ഈസ് ഈക്വൽ ടു എത്ര കിട്ടിടാ? 40 എന്ന് കിട്ടി. ലെങ്തിനെ സ്ഥാനത്ത് ഞാൻ x വിളിച്ചു, ബ്രെഡ്ത്ത് ഞാൻ വിളിച്ചു 40. സോ b ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 40 + x അപ്പുറത്ത് പോകുമ്പോൾ എന്നാവും? -x. അപ്പോൾ ബ്രെഡ്ത്ത് 40 - x. ലെങ്ത് ആരാ? x. ലെങ്തിനെ ഞാൻ x എന്ന് വിളിച്ചു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? ലെങ്തിന് സ്ഥാനത്ത് x ഇട്ട് ബ്രെഡ്ത്ത് അങ്ങനെ തന്നെ എഴുതി. ഈസ് ഈക്വൽ ടു 40. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 x. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. അത് എത്രയാണ് ഇരിക്കുന്നത്? 384. ആരാണ് ലെങ്ത്? ലെങ്ത് എന്ന് പറഞ്ഞാൽ x ആണ്. ബ്രെഡ്ത്ത് ആരാ? 40 - x. ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 384 കിട്ടും. സോ മൾട്ടിപ്ലൈ 40 × x ആരാ? 40x മൈനസ് x × x ആരാ? x² അല്ലേ? x × x ആരാ? x² which is equal to എത്ര കിട്ടുക? 384. പ്രശ്നം -x². അപ്പോൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. സോ which is equal to ഇവിടെ ഈക്വൽ ടു -x² അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +x² ആവും. +40x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -40x ആവും. പിന്നെ ആരോടെ ഉണ്ട്? 384 which is equal to എത്ര കിട്ടുക? 0. സോ -x² അപ്പുറത്ത് വരുമ്പോൾ +x² +40x അപ്പുറത്ത് വരുമ്പോൾ -40x +384 = 0. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 40x + 384 is equal to എത്ര കിട്ടുക? 0 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയാം, ചെയ്യാനായിട്ട് അറിയാം. പല രീതികളുണ്ട്. ഒന്നില്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ -p + or - വെച്ചിട്ട് ചെയ്യാം. ഏതാണ് ചെയ്യാം? നിങ്ങൾ -p + or - വെച്ചിട്ട് ചെയ്യും. ഞാൻ തൽക്കാലം ചെയ്യുന്നത് ഏതാ? x² - 40x + 384 അപ്പുറത്തോട്ട് എഴുതി എത്ര എഴുതി? -384. ഇനി കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉണ്ട്. അതെങ്ങനെയാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ? 40ന്റെ പകുതി എടുക്കുക. 40ന്റെ പകുതി ആരാ? 20 -20. ഇതിനെ സ്ക്വയർ ചെയ്യാം. -20 സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? -20 സ്ക്വയർ ചെയ്താൽ 400 കിട്ടും. ഇവിടെ 40ന്റെ പകുതി 20. ഈ എന്താണ് നമ്പർ ചെയ്യുന്നത്? എക്സിന്റെ കോഎഫിഷ്യന്റ് 40 ആണ്. അതിന്റെ പകുതി എടുക്കുക. 20 ആക്കുക. സ്ക്വയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എത്ര കിട്ടി? രണ്ട് സൈഡിലും 400 ആഡ് ചെയ്യുക. സോ x² - 40x + 400. ഇവിടെയും ചെയ്തു. ഇവിടെയും -384 + എത്രയാ? 400. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. അതെങ്ങനെ എഴുതാം? പെർഫെക്റ്റ് സ്ക്വയർ ഏതിന്റെ സ്ക്വയർ? x². x ന്റെ. സോ x എഴുതി. പിന്നെ സൈൻ നോക്കുക. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണ്. സോ x - 40 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? 20. സോ 20ന്റെ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? ഇതിനെ ഹോൾ സ്ക്വയർ ആക്കി കേട്ടോ. എക്സിന്റെ സ്ക്വയർ x² അല്ലേ? പിന്നെ മൈനസ് ഒന്നുണ്ട്. മൈനസ് എടുത്ത് 400 എന്ന് പറയുന്നത് 20. 400 - 34 16 ഉണ്ട് കേട്ടോ. അപ്പോൾ x - 20 എന്ന് പറയുന്നത് എത്ര കിട്ടുക? √16. റൂട്ട് സ്ക്വയർ അപ്പുറത്ത് റൂട്ട് ആവും. √16 4. സോ x - 20 is equal to 4. ഞാൻ മൈനസ് എടുക്കാനത് ലെങ്തും ബ്രെഡ്ത്തും എന്തായാലും പോസിറ്റീവ് ഉള്ളതാകുമ്പോൾ നെഗറ്റീവ് ആക്കും. സോ x equal to എത്ര കിട്ടും? 4. -20 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +20. സോ x equal to എത്ര കിട്ടുക? 24 എന്ന് കിട്ടും. x ആരാ? ലെങ്ത് എന്ന് പറയുന്നത് 24. സോ ലെങ്ത് 24. ബ്രെഡ്ത്ത് കാണാൻ എന്ത് ചെയ്യണം? ബ്രെഡ്ത്ത് കാണാൻ 40 എന്ന് പറയണം കേട്ടോ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 - x അല്ല, സോറി 40 - x. സോ 40 - 24. 40 - 24 എത്ര ഇടുക? 16. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാ? ലെങ്ത് 24, ബ്രെഡ്ത്ത് എത്രയാ? 16.